നമസ്കാരം. ഇന്ത്യ ഒരു സൂപ്പർ പവർ എന്ന നിലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ പാപ്പരത്തം ഒഴിവാക്കാൻ യാചിക്കുകയാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാന്റെ പ്രതിപക്ഷ നേതാവായ മൗലാന ഫസലുർ റഹ്മാൻ. പാകിസ്ഥാന്റെ ഇന്നത്തെ ഈ സ്ഥിതിക്ക് ആരാണ് ഉത്തരവാദി എന്നുള്ള ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദൃശ്യ ശക്തികൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നും തീരുമാനമെടുക്കുന്നതും തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ പിന്നോക്കം പോകുന്നതുമൊക്കെയാണ്, അവരെ കളിപ്പാവകളാക്കി കൊണ്ടുപോകുന്നതുമൊക്കെയാണ് പാകിസ്ഥാന്റെ ഇന്നത്തെ ഈ ഒരു വലിയ ദുരന്തത്തിന് കാരണമെന്നുകൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ജനാധിപത്യത്തെ വിൽപ്പന ചരക്കാക്കുകയാണ് ഇപ്പോഴുള്ള സർക്കാർ എന്നുകൂടി അദ്ദേഹം പറയുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനൊന്നും തന്നെ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നും ഈ സർക്കാർ ഒരു പൂർണ്ണ പരാജയമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. കൊട്ടാരങ്ങളിലാണ് സർക്കാർ രൂപീകരിക്കുന്നതെന്നും പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത് ഉദ്യോഗസ്ഥ ലോബിയാണ് എന്നുള്ള പ്രധാനമായ ഒരു കുറ്റപ്പെടുത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട്. നിയമനിർമ്മാണത്തിന് ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ എത്ര കാലം ഉണ്ടാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. 2018-ലും 2024-ലും നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറികളെയും അദ്ദേഹം അപലപിച്ചിട്ടുണ്ട്. അരക്ഷിതാവസ്ഥയിലൂടെ നീങ്ങുന്ന ഒരു രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്ന് അറിവില്ലാത്ത ആളുകളാണ് ഇപ്പോൾ മുൻനിരയിലുള്ളത്, ഭരണത്തിലുള്ളത്. ഇത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നതെന്ന് കൂടി ഫസലുർ റഹ്മാൻ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. തീർച്ചയായും പാകിസ്ഥാന് ഒരു സ്വയം ബോധ്യം വന്നിരിക്കുന്ന അവസ്ഥ എന്നുകൂടി വിശേഷിപ്പിക്കാൻ സാധിക്കും. തൊട്ടയൽ രാജ്യമായ പ്രത്യേകിച്ചും അവരുടെ ഏറ്റവും വലിയ ശത്രുവായ ഇന്ത്യ ഒരു സൂപ്പർ പവർ എന്ന നിലയ്ക്ക് മുന്നോട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പിന്നാക്കം പോകുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ചർച്ചകളാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാദ്യം ആരോപിച്ചതാവട്ടെ പാകിസ്ഥാന്റെ പ്രതിപക്ഷ നേതാവും. ന്യൂസ് ഡെസ്ക് മലയാളം.